ഒരുപാട് സന്തോഷം. നിജാസ് ഒരിക്കൽ കൂടി നിജാസിൻ്റെ വീണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ 4 കൊല്ലമായി വീണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം നിജാസിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കുറേ സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം നല്ല സക്സസ് ആയി പോകുന്നു എന്നതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും കഴക്കൂട്ടത്ത് റെസ്റ്റോറൻറ്റുള്ള ഏരിയയാണ്, ഇറങ്ങാൻ സ്ഥലമില്ല, ബാങ്കും റെസ്റ്റോറൻറ്റും കൊണ്ട് കഴക്കൂട്ടം നടന്നു. അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും നമ്മുടെ സുഹൃത്ത് വലിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരുപാട് കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നൊന്നുമില്ല എന്നാണ് അറിഞ്ഞത്. ഇന്ന് ഗാനമേള മാത്രമുള്ളതിൻ്റെ DJ പരിപാടികളൊക്കെ ഉള്ളപ്പോൾ നല്ല സാധ്യതയുള്ളൊരു മേഖലയാണ്. എന്തായാലും ഒരുപാട് ഉയരങ്ങളെത്തട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് നോബി ചേട്ടാ. അപ്പോൾ ഇനി നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബിഗ് ബോസ് ടൈറ്റിൽ വരുന്ന ജിൻഡോ ചേട്ടൻ എന്താണ് പറഞ്ഞത്? പൊളിച്ചല്ലേ. പിന്നെ വിജാസിൻ്റെ ഈ വർഷത്തെ ഓണം ഞങ്ങൾക്ക് വന്നിട്ട് വിജാസിൻ്റെ ഫാമിലിയോടായിരുന്നു. അവരുടെ ഫാമിലിയിലെ എല്ലാവരും കൂട്ടുകുടുംബം കൊണ്ട് ഒരു വൈബാണ്. അന്ന് വിജാസ് പറഞ്ഞൊരു സംഭവം വന്നത്. കാരണം അപ്പം ഈ വെറുതെ പറഞ്ഞതെന്ന് വിചാരിച്ചു എന്തായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തിനൊരു വൈബാണത്. നിങ്ങളെല്ലാവരും കഴിച്ചത്. താങ്ക് യു ജിൻഡോ ചേട്ടാ. അപ്ഡേറ്റ്സ് ഒക്കെ സോഫ്റ്റ് ലോഞ്ച് ആയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് എൻ്റെ ഇനോഗ്രേഷൻ ആയത്. വികാസിനെ കുറിച്ച് 2 വാരം പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ സൂര്യ ഒരു പ്രൊമോഷനായിട്ട് വന്നപ്പോൾ ആദ്യം അന്വേഷിച്ച് വികാസിനാണ്. എത്ര പേർക്ക് അറിയുന്നത്? അറിഞ്ഞില്ലേ? നിജാസും വൈഷ്ണവോടെ ഉണ്ടായിരുന്നു. എനിക്ക് നിജാസിൻ്റെ ബാക്കി ബിസിനസ് എല്ലാവർക്കും അറിയാവുന്ന അറിഞ്ഞൂടാ. നിജാസിന് സ്വന്തമായിട്ട് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, പിന്നെ ബൗൺസേഴ്സ് ഉണ്ട്, ടർഫുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ജിമ്മ് നമ്മളെ ഉദ്ഘാടനം ചെയ്തത് എല്ലാം ഉണ്ട്. ബിസിനസ് കൈവരിക്കാനുള്ള മേഖലയൊന്നുമില്ല. അപ്പോൾ സൂര്യ നിജാസ് എനിക്ക് എന്താണ് ചോദിച്ചത്. അപ്പോൾ അത്രയ്ക്ക് സണ്ണി ലിയോൺ വന്നിടത്ത് സണ്ണി ലിയോണിന് മോതിരമായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പോയി. എല്ലായിടത്തും ഉണ്ട് നിജാസ്. വളരെ സന്തോഷമുള്ള നമ്മുടെ നല്ല ഒരു ബ്രദറാണ്. ഈ ഒരു പ്രായത്തിൽ ഇത്രയും എൻ്റർപ്രൈസിങ് ആയിട്ടുള്ള ഇത്രയും എന്താ പറയുക ഒരുപാട് പുതിയ ഐഡിയാസാണ് പുള്ളിയുടെ ബിസിനസ്. സാധാരണ ഒരു വീടിനെ എടുത്ത് പുള്ളി ഇത്രയും മനോഹരമായിട്ട് അത് ചെയ്തു, ഇത്രയും നല്ലൊരു ഐഡിയ ആയിട്ട് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഓണ്ടർപ്രണറിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നിജാസിന് നല്ലൊരു ഇതുപോലെ അപ്സ്റ്റേ കഫേ, ഇവിടെ ഈ അപ്സ്റ്റേഴ്സ് കയറി വന്നൊരു വീടാണ്. ഇതിനൊരു വീട് ഞാൻ ഇവിടെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇവിടെ പറ്റില്ല അപ്സ്റ്റേഴ്സ് ആ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു നല്ലൊരു കിടിലം പ്രയാണത്തിന് നല്ല വൈബുള്ള കഫയായിട്ട് മാറ്റിയ അദ്ദേഹത്തിന് നിങ്ങൾ സ്റ്റാഫ് എല്ലാവരും ഒന്നുകൂടെ ഒരു കേൾക്കും കൊടുത്തിട്ട് താങ്ക് യു. താങ്ക് യു മുകേഷ് ചേട്ടാ. മുകേഷിന്റെ പറഞ്ഞ പോലെ തന്നെ ഒരു വീടാണ്. ഈ വീട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആക്കി മാറ്റിയത് അത് സമ്മതിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ അപ്സ്റ്റേഴ്സ് കഫിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്തിച്ചേരുന്ന ശോഭ ഹരിശ്ചന്ദ്രനാണ്. നമ്മുടെ ബിഗ് ബോസ് താരം ശോഭയ്ക്ക് എന്താണ് പറയാമെന്ന് കേൾക്കാം. ആദ്യമായിട്ട് ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു warm welcome and ഞാൻ നന്ദി പറയുന്നു. And a big round of applause to each one of you because നിങ്ങളാണ് ഇനി ഈ കഫേ ഈ റെസ്റ്റോറൻറ്റ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പോൾ വലിയൊരു കൈ എടുക്കുക അല്ലേ അല്ലേ കൊടുക്കണം. ഇതൊന്നും പോലെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു കൈ പോലെ കേട്ടോ. കേൾക്കട്ടെ? ഹലോ. ബിസിനസ്സിൽ നമ്മൾ പറയും പുട്ട് യുവർ എഗ്സ് ഇൻ ഡിഫറെൻറ്റ് ബാസ്കറ്റ്സ് എന്ന് പറയും. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദേ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. നിജാസ് ഈ പറഞ്ഞ പോലെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും പല പല ബിസിനസ് ഇപ്രാവശ്യം ഇത് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേ ഞാൻ വിചാരിക്കും ഓക്കെ എന്നാൽ നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് വലിയൊരു എന്താ പറയുക ഒരു കഴിവ് തന്നെയാണ്. ഇപ്പം ക്ലോതിങ് ബിസിനസ് ഒരു 13 വർഷമായിട്ട് ആ ഒറ്റ മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? വേറൊരു കാര്യത്തിലേക്ക് കാലുവെക്കാൻ എനിക്ക് ഭയങ്കര ടെൻഷനും റിസ്ക് ആണെന്ന് അറിയാം. ബട്ട് ഈ 5 ബിസിനസ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന് വലിയൊരു കൈയടിയാണ് ഇതേവരെ കൊടുക്കേണ്ടത്.
പറഞ്ഞ പോലെ അപ്സ്റ്റേഴ്സ് രാംചേട്ടൻ പറഞ്ഞ പോലെ വെച്ചടി കയറട്ടെ ഈ ലൈഫിൽ ഇനി ഒരുപാട് സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ കമ്മിങ്. ആൻഡ് ഇനിയും വീണ്ടും വീണ്ടും ഇവിടെ വരുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദ ഷെഫ്. ഒരു റെസ്റ്റോറൻറ്റ് സക്സസ് ആവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറ്റവും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്ന ഷെഫ് തന്നെയാണ്. അതിന് ആൻഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ഞാൻ പറയാം 3 കാര്യങ്ങളാണ്. ഒന്ന് ആംബിയൻസ്, ഫുഡ് ആൻഡ് ദ സർവീസ്. സർവീസ് ഭയങ്കര ചിരിച്ച മുഖം കൊണ്ടാണ് ഞങ്ങൾക്ക് വന്ന് സെർവ് ചെയ്തത്. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചു, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ സ്നാക്ക് മാത്രമാണ് കഴിച്ചത്, ബട്ട് ദെൻ വെരി വെരി നൈസ് ആൻഡ് വെരി വെൽ പ്രസൻറ്റഡ്. ആൻഡ് അതുപോലെ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയും ഈ സ്പേസിനുണ്ട്. അതുപോലെ തന്നെ ഇരിക്കട്ടെ, മനുഷ്യരാണ് ഈ സ്പേസ് അതിനെ സ്പെഷ്യൽ ആക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. അത് ഉഷാറിക്കുന്ന ശബ്ദമാണ്. ഇപ്പം ഇനി ഇപ്പോൾ കുറച്ചുകൂടെ വേഴ്സ് പക്ഷെ കുഴപ്പമില്ല. ഐ എം സോ ഹാപ്പി കേട്ടോ. നിജാസിൻ്റെ എല്ലാ സ്റ്റെപ്സിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിജാസ് വൈഫ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളൊക്കെയാണ് വീക്കെൻഡ്സ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പോകുന്നത്. ഐ എം സോ ഹാപ്പി. കഴിഞ്ഞ ജിമ്മും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഫുഡിലോട്ട് വരുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൊള്ളാം, എനിക്ക് ഇഷ്ടമുള്ള ബിസിനസ്സാണ് ഫുഡ്. ബട്ട് ഐ എം സോ ഹാപ്പി. ഒത്തിരി ബന്ധങ്ങൾ വളരട്ടെ, നല്ല ഭക്ഷണങ്ങൾ ആൾക്കാർ കഴിക്കാൻ പറ്റട്ടെ. നിയർ ടു ടെക്നോ പാർക്ക് ആൾക്കാർക്ക് വന്ന് ഇരുന്ന് ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്പേസും ഉണ്ട്. അറ്റ് ടൈമിൽ തന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന പൊതുവെ ബാറിലൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ഇവിടുത്തെ ടേബിൾസ് കാണും. സോ വെരി വി ക്യാൻ ചിൽ ടോക്ക്. ഇതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സംഭവം വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇറ്റ് വാസ് കൂൾ, ലൈക്ക് നൈസ് സ്റ്റിൽ പ്ലേസ് ഐ റിയലി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി. കൺഗ്രാജുലേഷൻസ്. ഇനി അടുത്ത ബിസിനസ് വേറെ പുതിയ ഐറ്റങ്ങളായിട്ട് വിജാസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ് ഫോർ അപ്സ്റ്റേഴ്സ് കഫേ ആൻഡ് സ്റ്റാഫിൻ്റെ വാം സ്മൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടികളുണ്ട്. സോ ഇതുപോലെ കസ്റ്റമേഴ്സിനെ സന്തോഷത്തോടെ ചിരിയോട് വെൽക്കം ചെയ്യാൻ, നല്ല ഭക്ഷണം ഷെഫുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെല്ലാം കൂടെ നിങ്ങൾ കേൾക്കുന്നില്ല. അവിടെ നിജാസിനൊക്കെ താങ്ക് യു പറയും. ഞങ്ങൾ തമ്മിൽ 4 ദിവസത്തെ ബന്ധമുള്ളൂ. ഞാൻ നോക്കാൻ നേരത്ത് ഞാൻ വേറെ ആരെയും പ്രൊഫൈൽ ഇത്രയും സെലിബ്രിറ്റീസുമായിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരാളെ കണ്ടിട്ടില്ല. കമലഹാസൻ തൊട്ട് നമ്മൾ തമിഴ് താമസം വരെ പോലെ എല്ലാവരുമായിട്ടും പുള്ളി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിങ്ങനെ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ എന്തെങ്കിലും ഇതാ കൊടുക്കും. ഞാൻ തപ്പിട്ട് ഞാൻ ഇരിക്കുന്നില്ല. ആരൊക്കെ അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നന്ദിച്ചേട്ടനാണെങ്കിലും നന്ദിച്ചേട്ടനാണെങ്കിലും സുന്ദരനാണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും മോഹി എല്ലാവരും കൂടുതൽ വേദി വന്നാൽ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇവിടുത്തെ ആംബിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ ഹോട്ടലിൽ വ്യത്യസ്തമായിട്ട് ഒരു വീട് സെക്രട്ടറി തന്നെ ഇത്രയും ചെറുപ്പം ന്യൂജൻ പിള്ളേരായാലും ബാക്കി എല്ലാവർക്കാണെങ്കിലും ഒരുമിച്ച് വന്ന ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സായിട്ടാണെങ്കിലും കപ്പിളായിട്ടാണെങ്കിലും വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും വരിക. ജാസ്ബ്രോടെ ഈ ഒരു സംരംഭം വിജയിപ്പിക്കുക. ആക്ച്വലി നിജാസ് ചേട്ടന് താങ്ക്സ് പറയാം. കാരണം എനിക്ക് ഞാൻ എല്ലാവരും ഇവിടെ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ ആർക്കും അറിയാൻ കഴിയില്ലായിരുന്നു. ബിക്കോസ് ആണ് ന്യൂ കമ്മർ. ആൻഡ് നിജാസ് ചേട്ടന് എന്ത് വിശ്വാസങ്ങളാണ് വിളിച്ചത് എനിക്ക് സത്യമായിട്ട് അറിയില്ല. ബിക്കോസ് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തിയതേ ജസ്റ്റ് മുമ്പെപ്പോഴോ ചേട്ടൻ അയച്ചൊരു മെസ്സേജ് ഉണ്ട്, ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്ന് തരുമോ എന്ന് ചോദിച്ച് ഞാൻ ഫുഡ് കഴിക്കാൻ ആരും അറിയാതെ ഒന്ന് കഴിച്ചിട്ട് പോവാം എന്നൊക്കെ വിചാരിച്ച് വന്നിരുന്നതാണ്. ജസ്റ്റ് ഒന്ന് രാവിലെ വന്നപ്പോൾ ചേട്ടൻ ഇന്നലെ മെസ്സേജ് അയച്ചു, അപ്പോൾ നാളെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇനി നാളെ ഇനോഗ്രേഷൻ അവർക്ക് പറഞ്ഞിട്ട് ലൈക്ക് ഇൻവൈറ്റഡ് മീ ഓൾസോ. അതുകൊണ്ട് ഐ ഇൻവൈറ്റഡ് സീരിയസ്ലി. താങ്ക് യു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിട്ട് അറ്റ്മോസ്ഫിയർ ആണ്. ഞാൻ ബാംഗ്ലൂർ കഫേയിലൊക്കെ പോയിട്ടുണ്ട് പോലെ, പക്ഷെ അവിടെ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് എസ്പെഷ്യലി ദി സ്റ്റാഫ്സ് അവർ വെൽക്കം ചെയ്താൽ അവരുടെ ഒരു എനർജി അത് പറയാതിരിക്കാൻ വളരെ അടിപൊളിയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് നിജാസ് ചേട്ടാ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൾസോ. താങ്ക് യു.